ബ്ലൈൻഡർ ഷാജി ഈ സ്ത്രീ ഫോണൊന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലോ ആ ഹലോ ഹലോ ചേട്ടായി ഏട്ടായി എന്റെ പൊന്ന സ്ത്രീയെ നേരെ സംസാരിക്കുക. കാത്തി എവിടാണ് കാത്തി? വിളിച്ചാ ഓക്കെ കാത്തി അവിടെ ഉണ്ട്. ജോണി മാമനും അലീനയുടെ കൂടെ ഇരിക്കാണ്. ജോണി മാമയുടെ അലീനയുടെയും കൂടോ? ആ പിന്നെ സൂര്യ മിന്നും മണ്ണ് മതി. ഓഹോ ഓഹോ എന്താണ് വിശേഷം? വലിയ സുഖാണോ? എനിക്കൊരു കോള് വന്നായിരുന്നുണ്ടല്ലോ, ഞാനിതുകൊണ്ട് തിരിച്ചു വിളിച്ചു നോക്കിയതാണ്, പക്ഷെ എന്റെ കാണാൻ എന്റെ പൊന്ന് കാത്തി, ഇത് നമ്മള് സിറ്റി കയറണ്ടേ? നമ്മള് സിറ്റി പിന്നെയും പൊന്ന് കാത്തി, എന്നെ സിറ്റിയിൽ ഇതുപോലെ വിളിക്കാൻ ആരില്ല. ഹലോ ആ പറഞ്ഞോളൂ. ഹലോ 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 ആ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ഓ എന്റെ അടുത്തായിരുന്നോ? ഞാൻ വെച്ച് വേറെ ഫോൺ വന്നത്. ജോണി ഉണ്ടോ അടുത്ത്? നിങ്ങൾ എവിടാണ് ആക്ച്വലി? നിങ്ങൾ എവിടെ നിൽക്കുന്നു? കാർണിവൽ. ആ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. മാലിനിയുടെ തീരം. ഇതൊക്കെ ആരാ? ജോക്കണ്ണ ഇന്നലെ പറഞ്ഞ മറ്റേ ഒരു കാര്യം പറയാനുണ്ട്. ഭയങ്കര കൊണ നമ്മുടെ അടുത്തൊക്കെ മൊത്തം ജോക്കണ്ണ പറഞ്ഞോണ്ട് മാത്രം. പിന്നെ കാര്യം ചെയ്യും, വണ്ടിയിട് നമുക്ക് കാർണിവലിലോട്ട് പോവാ. കൊച്ചോടെ നിപ്പുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഫ്രണ്ടിൽ കയറി നിൽക്കും, എന്റെ പുറകെ വരി വരിയായിട്ട് കൈ കെട്ടി നിങ്ങൾ എല്ലാരും നിൽക്കണം കേട്ടോ. അയ്യോ അതിനല്ലടാ കൊണ്ടുപോന്നേ, അതിനല്ല കൊണ്ടുപോന്നേ. നമുക്ക് സംസാരിക്കാം. ആദ്യം കൊണ്ടുപോകും. ഒന്ന് വണ്ടി ഇട്. ഇവിടെ വണ്ടി എടുക്കാൻ പറ്റത്തില്ലല്ലോ ഇറ്റാച്ചി. നമ്മൾ അവിടെ വരെ ഓടണോ? അല്ലല്ല, വണ്ടി എടുക്കട്ടെ. ഇവിടെ വണ്ടി എടുക്കാം. ഞാനിപ്പോ പാത്തവൻ അപ്പാ വിസില് കേട്ടവൻ. Oh, sorry. Oh, that's Kathy, yeah. എന്ത് വാടോ? ഉണ്ട്. ആരാ എന്റെ കൂടെ മാർക്ക്? ഗസ് ചെയ്യാൻ പറ്റുമോ? ഓ കാത്തി അല്ലേ? കാർണിവൽ ആണോ? ഓൾറെഡി ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നായിരുന്നു എനിക്ക്. 8097 അല്ലേ? വിളിക്കുന്നത് എന്റെ പൊന്ന് ജോണി, എന്നെ കൊണ്ടല്ല തെറിയെന്ന് വിളിപ്പിക്കില്ല കേട്ടോ. പിന്നെ ഭ്രാന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. 8097 വേറൊരു കാര്യമുണ്ട്, ഒരു ഫ്രീ സാധനം കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. എന്തുവാ? അവളുടെ മോളാരെന്നറിയോ? അലീന. ഞാൻ ഇവിടെ വന്നപ്പോൾ മെമ്മീന്നാ വിളിക്കുന്നേ, അവള് മോളെ. പെട്ടെന്ന് വന്നാൽ പെട്ടെന്നൊരു നാടകമൊക്കെ കാണാം. 8097 ആണോടോ? ആ 8097 മറ്റേ പാലത്തിന്റെ അടി കൂടെ വരണേ, കാർണിവലിന്റെ അടിയിലെ പാലത്തിന്റെ അടി കൂടെ വരണേ. എടാ 8097 കാർണിവലിന്റെ അടിയിലെ പാലത്തിന്റെ അടി കൂടെ പോണേന്ന് നടക്കുന്നു. ഞാൻ ഏതെങ്കിലും കൊച്ചിന് നോക്കി ആ കുട്ടിക്ക് പ്രായം കാണും. ഓ PL അടിച്ച് തുടങ്ങിയല്ലോടാ. ഇതുകൊണ്ട് നിക്കുന്നടാ പുറകെ. ഇത് ഞാൻ കണ്ടില്ലല്ലോ, ഞാനും കണ്ടില്ല. അനുരാഗ നമ്മള് വരുമ്പോ പടയേറ്റേ വരുമല്ലോ. സൂര്യ കാടൊന്നും അല്ല കൊച്ചേ, ഞാൻ ഇളകി വന്നതാ. ഞാൻ കാര്യം പറഞ്ഞേക്കെ, നീ ഏട്ടായി ഒന്നും വിളിക്കല്ലേ. മുകളിലോട്ട് വെക്ക്. നീ എന്തോടാ? ആരാ നിന്റെ അടുത്ത് കൊണ അടിച്ചേ? കാത്തി ക്യാമ്പ് സൈസ് ഒരു മിനിറ്റ്. Show me the meaning of being. കാത്തി നമ്മുടെ പയ്യന്മാരുടെ അടുത്തേലും റോങ് ആയിട്ട് സംസാരിച്ചായിരുന്നോ കാത്തി?
ആ ഇതിനോട് സംസാരിച്ചു. ആരെടുത്ത്? കണ്ടോ കണ്ടോ ഇതിനോ? എന്റെ അടുത്ത് ഇതിനോ? റോബി. ഇതിനോ? മോബി, പേര് മോബി. മോബി മോബി ഇതിനൊന്നും My name is മോബി. മോബി ആ ഞാൻ പേര് My name is ചോദിച്ചപ്പോ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇഷ്ടമുള്ള പേര് വിളിച്ചു. പേര് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞില്ല. പേര് അങ്ങനെയല്ല എന്റെ ഈ അടുത്ത് പേര് കാറ്റ് മാറ്റാൻ വെച്ചിട്ടില്ല. ആരാന്നാ ചോദിച്ച. ആ ആ അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പൊ അപ്പോഴത്തേക്ക് ചേച്ചി മാറിയോ? എന്നോട് പറഞ്ഞു എനിക്ക് പേര് പറയാൻ മനസ്സിലടി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞേ? ഈ പച്ചമറ ആ, ഞാൻ കാട്ടുവെക്കുന്നല്ല അണ്ണോ, വിളിച്ചത്. ഞാൻ ഇത് പച്ചമറ നമ്മള് കണ്ട രണ്ടാമത്തെ ആളാണ്. എന്താണ് കാത്തി ഇതൊക്കെ? എന്താണ് ഇതൊക്കെ? എന്താണ് കാത്തി ഇതൊക്കെ? നിങ്ങള് പറ എന്ത് തെറ്റാണോ നിങ്ങള് എന്റെ പറയും. പേര് ഇങ്ങനെ പോലും പച്ചമറ ചോദിച്ചിട്ടില്ല അവിടെ. ഇപ്പൊ പേര് ചോദിച്ച പേര് ആ പറയാൻ പയ്യനെ നോക്കിയിട്ട് മനസ്സിലായി. കാട്ടുമാക്കാൻ എന്നൊക്കെ വിളിക്കാൻ പാടുള്ളൂ. ഞാൻ സത്യം. കാട്ടുവെക്കുന്നല്ല വിളി. അവനെ തന്നെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പച്ചമറ വിളിച്ചത്. ആ ബോബി ഇത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ പുള്ളിയുടെ ആരാണ്? സത്യം. ഏത് പുള്ളിയുടെ? ഈ അത് പറഞ്ഞിട്ട് പോയാ ഏത് നേരത്താടാ അത് എനിക്ക് എന്റെ ഓരോ മനസ്സിൽ തോന്നലുകൾ തോന്നുന്നേ. ഞാനാണെന്ന് അറിയത്തില്ലേ? ഇല്ല. മാമ പറഞ്ഞു കൊടുത്താണ്. ജോക്കി പറയേ. അലീന പറഞ്ഞു കൊടുത്ത്. വേണ്ട കൊച്ചെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ജോക്കി പറയേ, ജോണി പറയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നിന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. വേണമെങ്കിൽ നിന്നെ കുറിച്ച് ചോദിച്ചാൽ നീ നിന്നെ കുറിച്ച് നീ പറഞ്ഞോണം. ഫുഡ് കഴിച്ചോണ്ടിരിക്കാ മിണ്ടാണ്ടിരുന്നേ. ഞാൻ ഈ ചിറ്റിയുടെ കണ്ണിൽ ഉണ്ണിയാണ്. എന്താന്ന് ഞാൻ ചിറ്റിയിലെ എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയാണ്. മോബിനെന്ത് പറഞ്ഞു കണ്ണിൽ ഉണ്ണിയാണ്. നിനക്ക് പറയണ്ട. ചോദിക്കടാ സംശയം. കണ്ണിന് ജോണി. ഉള്ളിലില്ല, ഞാൻ പറയുന്നില്ല ഒന്നും. നീ എന്താ നിക്കാതെ ജോണി ഇങ്ങോട്ടൊന്ന് വന്നേ. ജോണി ഇങ്ങോട്ടൊന്ന് വന്നേ. ജോണി ചോദിച്ചിട്ട് പോടാ. എന്ത്? ജോക്കി എടോ, ഇതിന് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ആ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. ഞാൻ ലിഫ്റ്റിന് വേണ്ടി വണ്ടി ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ. ഞാൻ പിന്നെ വന്നപ്പോ പിന്നെ അലീനയുണ്ട്. പിന്നെ ഇവിടെ നിന്നു. അന്നേരമാണ് ഒരു കോള് വന്നത്. കോള് വന്നപ്പോ ഏട്ടായി. ഞാൻ ഓർത്ത് ഇനി അവളുടെ കാമുകം വല്ലതായിരിക്കും. ഞാൻ മാറി. ഞാൻ തിരിച്ചു വന്നപ്പോ അത് ജോക്കി. ഉത്തരത്തിലെടുത്ത് വെക്കുകയും ചെയ്ത് കക്ഷത്തുള്ളത് പോവാനും പറ്റത്തില്ല. ഇത് എന്തൊരു ഞാൻ കഷ്ടം. പിള്ളേരോട് പറയുമല്ലോ ജോക്കി അവളുടെ ഏട്ടായാണെന്ന്. വാ വേണമെങ്കിൽ ചിലപ്പോ പിള്ളേർ ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ കൊച്ചിനെ കിട്ടി പിള്ളേരുണ്ടെന്ന് പറഞ്ഞു കളയും. അത് ജോണി. കൊച്ചു വന്നിട്ടുണ്ട്. ഇനി അതും ജോക്കിയുടെ എന്ന് പറയൂ. എടാ, ഞാൻ കാര്യം പറഞ്ഞേക്കാം കേട്ടോ. ഞാൻ മൂത്രം ഒഴിക്കാനുള്ള സാമാനം പുറത്തെടുക്കാറില്ല. അത് അവരുടെ മുമ്പ് വെച്ച് പറയല്ലേ. ആ ഉരുളാനൊക്കെ. ഇറ്റാച്ചി, ജോനാ ബ്രോ, what is this? അണ്ണോ ഇവിടെ താളം അടിക്കുന്നേ. ആരാ കേൾക്കുന്നൊക്കെ ഉണ്ടോ? എന്റെ പൊന്ന് കാത്തി, ഞാൻ ഒരു കാര്യം പറയട്ടെ. കാത്തിക്ക് എന്ത് വരും? കേട്ടിട്ടുണ്ട്. പിന്നെ കണ്ടാക്കണ്ട. കാത്തി ഇങ്ങോട്ടൊന്നും. വന്നു. കാത്തി ഇങ്ങോട്ടൊന്ന് വന്നേ. കാത്തി പിന്നെ എന്റെ പട്ടി പോവാടെ വരെ വിളിക്കാനായിട്ട്. ഞാൻ എല്ലാവരും അടി വാങ്ങിച്ചു കൂട്ടും. കാത്തി ഇങ്ങോട്ടൊന്ന് വന്നേ. കാത്തിക്ക് ശരിക്കും എന്താ കാത്തി പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെന്തോ കാത്തി ഇങ്ങനെ വളവളവളാന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നേ. കാത്തി ഒരിടത്ത് നിക്ക് കാത്തി. നിന്നു. പറ. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് അച്ഛനെ കയറി അമ്മാന്ന് വിളിക്കുവാരേലും. അച്ഛനെ അച്ഛന്ന് വിളിക്കും. അച്ഛനില്ലല്ലോ. മോളെ എവിടെ നിക്കും? മോളെ എവിടെ പോന്ന്? ഇവിടെ നിന്നോ? എന്തോ നമുക്ക് ഇവിടെ എന്റെ ലെഫ്റ്റ് വന്നോ. നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. അമ്മര് പറയാ. പറയുന്നില്ല. അവരെന്നോട് എന്തോ പറഞ്ഞു. പറ വെച്ചേ ഇങ്ങോട്ടെ. അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടോ? അവന്മാരവിടെ ഒളിഞ്ഞു നിക്കത്തില്ല. എടാ ചെയ്യോത്തടാ. ചെയ്യത്തിക്ക് എല്ലാരും. നിങ്ങള് പറയും, ഞാൻ പറയാം. എന്റെ പൊന്നു കൊച്ചെ, എന്തുവാ കുട്ടി എന്തിനാണ് നമ്മുടെ പിള്ളേരെ നമ്മള് ചുമ്മാ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നേ? പേര് ചോദിച്ചാ പേര് പറഞ്ഞൂടെ? ഇല്ല, അവരാണ് എന്നോട് ട്രിഗർ ചെയ്ത്. ഇതെന്താ എനിക്ക് നിക്കാൻ ഏതാ ഈ തവളക്കുഞ്ഞൊക്കെ ഫ്രണ്ടി വന്ന് നിൽക്കുന്ന അറ്റൻഷൻ അടിച്ചിട്ട് അസംബ്ലി ഡിസ്പേഴ്സ് പോടാ. മാമ നിന്റെ ഹലോ. എന്റെ പൊന്ന്, ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ അറിയുള്ളൂ. പറഞ്ഞു. എന്റെ പൊന്ന്, ആവശ്യമില്ല. എന്റെ വെറും കാത്തി.
കാത്തി എന്തോ കാത്തി ഈ വിളിച്ച ഉടനെ ചേട്ടാഹി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന എന്തിനാ കാത്തി? നമ്മൾ തമ്മിൽ എന്തുവാ കാത്തി ബന്ധം? ഇന്ന ഒരു എടാ ജോക്കിന്ന് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞില്ലേ ഇനി അങ്ങനെ വിളിക്കാന്ന്, അത് ചേട്ടായിന്ന് വിളിച്ചു. അയ്യോ കാത്തി, ഞാനൊരു കാര്യം ഓർക്കുന്നില്ല. പറയട്ടെ കാത്തി, ഇന്നലെ എവിടെ ആയിരുന്നു? ഇന്നലെ ഞാൻ ഉച്ചക്ക് സിറ്റിയിൽ വന്നിട്ട് പിന്നെ അങ്ങ് പോയെന്നേ, കുറച്ച് പഴി ഉണ്ടായിരുന്നേ. ചില ദിവസങ്ങളിൽ എനിക്ക് വൈകിട്ട് വരാൻ പറ്റൂലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് കാത്തിക്ക് എന്താണ്? കാത്തിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ അനാഥ, ആരുമില്ല, കാറില്ല സിറ്റിയില്. ഫ്രണ്ട്സ് ആയിട്ട് ആരൊക്കെ ഉണ്ട്? കണ്ണാപ്പി ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞു. അവനെ ആരും ബെസ്റ്റ്, അവനെ എന്നോട് പറഞ്ഞു. അവനൊരു ദിവസം എന്നെ ഒരു കഫേയിൽ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് എന്നെ എന്ത് ചെയ്താ ചേർന്ന് എനിക്ക് എണിക്കാൻ പറ്റാത്ത പോലെ എന്താ കാണിച്ചു ചോദിച്ചു. എന്നിട്ട് അവൻ എണ്ണിക്കാത്ത രീതിക്കാണ് എന്തോ ചെയ്യിച്ചെന്ന്. എന്തോ ചെയ്യിച്ചു? എനിക്കറിയാൻ പറ്റില്ല, അവൻ എന്തോ മന്ത്രവാദം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അവൻ എനിക്ക് കുറെ ഫുഡ് വാങ്ങിച്ചു തന്നു. എന്നിട്ട് ആ ഫുഡ് എല്ലാം എന്റെ വയറിന് പിടിച്ചില്ല. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് വയറ്റിൽ സുഖമില്ലാതെ ഹോസ്റ്റലൊന്നും കൊണ്ടുപോയില്ല. എന്നിട്ട് ഞാൻ ലാസ്റ്റ് അവൻ എന്നെ വണ്ടിയൊക്കെ ആയിട്ട് മുതുക്കിലോട്ട് വരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു നമ്പർ തരാമോ ചോദിച്ചു. ഞാൻ പറഞ്ഞ നമ്പർ തരാന്ന് പറഞ്ഞു. അത് എനിക്ക് എന്നോട് പറഞ്ഞു നീ എന്റെ ബെസ്റ്റ് ആവും ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്കങ്ങനെ ചുമ്മാ ആരെയും ബെസ്റ്റ് ഒന്നും ആക്കാൻ പറ്റത്തില്ല, ഞാൻ നിന്റെ സ്വഭാവം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ കാത്തി, ഇന്ന് മുതൽ നീ എന്റെ പറഞ്ഞിട്ടൊന്നും കാണുവാണെങ്കിൽ ഞാൻ അവന് തട്ടും. അവനായിരുന്നു നിങ്ങളുടെ ആരുതാ? അനിയനായിട്ട് വരും. അയ്യോ, പിന്നെ ആരൊക്കെയുണ്ട്? ഗോകു വാറ്റിനായിട്ട് എങ്ങനെ പരിചയം? അതൊരു ദിവസം ഈ ഇതൊന്നും എനിക്കിവിടെ നിക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടൊന്ന് മാറിക്കോ. പറഞ്ഞു. ഓക്കെ ഓക്കെ. ഒരു ദിവസം സാത്താൻ എന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് ഐ ലവ് യു പറയാൻ. അവന്റെ അവസാനം ഇന്ന് വേണ്ട ചോദിക്കരുത്. അത് ഞങ്ങള് മണ്ണ് കളിച്ചാണ്. എന്നിട്ട് ലാസ്റ്റ് അവനെ കൊണ്ട് ഞാൻ നോ പറയിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മള് അവിടെ വെച്ചിട്ട് ഞാൻ ചത്തുപോയി. അപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോ ആരാ വിളിച്ചേ, നിങ്ങളിൽ ഏതോ ഒരു അനിയൻ എന്നെ വിളിച്ചിട്ട് ഒരാളെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്നോട് വന്നിട്ട് കുറെ സംസാരിച്ചു ഹോസ്പിറ്റലിൽ. ഞാൻ വയ്യാണ്ടിരിക്കുവായിരുന്നേ. സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കിന് അവൻ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്റെ ഹൃദയം വേണോ അങ്ങനെ എന്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്റെ ഹൃദയം എന്നാ ഞാനിങ്ങ് എടുക്കുവാന്ന് പറഞ്ഞു. അപ്പഴത്തേക്ക് അവൻ അടുത്ത നാളോട് ഞാൻ ചോദിച്ചു നിന്റെ ഹൃദയം കൂടെ ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചു. അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ അവരവിടെ വായിപ്പോയി, പിന്നെ അറിയാൻ കണ്ടിട്ടില്ല. ഇനി എന്താ അറിയണ്ടേ? എല്ലാ അന്യന്മാരും ഭയങ്കര പ്രപ്പോസൽ തന്നെ കേട്ടല്ലോ. ഒരു അന്യനും കൊള്ളൂലേ സിറ്റിയില്. എല്ലാരും ലൈനായിട്ട് നിക്കുവാന്ന് തോന്നുന്നു. ഇനി എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്ന് അറിയില്ല അടുത്ത ആൾക്കാര്. അടുത്തതിനെ കുറിച്ച് ചോദിക്ക. രായനെ അറിയാവോ? രായൻ എന്തുണ്ടല്ലോ അത് സാധനം എനിക്കറിയോ ചോദിച്ചോ കൊറേ നാളായിട്ട്. ഒരു ദിവസം ആ സൂര്യ അത് ബോബോയ് ആയിരുന്നു, രായനായിരുന്നു. കൊറേ പേര് വരുന്നവര് മറന്നു പോവാ. മാമന് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ആ മാമന്മാർ ഏത് ജോണി മാമനല്ല, പിന്നെ ഈ മാമനോ? അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കഥകൾ അത്രേ ഉള്ളൂ. പിന്നെ ചന്ദ്രൻ, നീകൻ അങ്ങനെ ആരെങ്കിലും? അയ്യോ ചന്ദ്രൻ നല്ല ഫ്രണ്ടാ. ഓനങ്ങനെയൊന്നും വന്നിട്ടില്ല. ഓൻ നല്ല കുട്ടിയല്ലേ. നല്ല കുട്ടിയല്ലേ, അത്രയും നല്ല സ്വീറ്റ് സിറ്റിയിൽ ഒരാളില്ല. ഫ്രണ്ട്ഷിപ്പ് വേണ്ട കാത്തി ചന്ദ്രനും നീകനും. കാത്തിക്ക് അവരാണ് വലിയ ഫ്രണ്ടെങ്കിൽ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് ഇല്ലാതെ നമുക്ക് പറ്റുമോ? എന്നാ പിന്നെ ആയിക്കോട്ടെ കാത്തി, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നടന്നു. ഗോകുന്റെ കാര്യം ചോദിച്ചായിരുന്നു. പിന്നെ ചോദിച്ചു രായനെ മാമൻ എന്നാ വിളിക്കുന്നത്. അല്ല ഞാനല്ല സൂര്യ മാമൻ വിളിക്കുന്നു. വാസു ബോബോയോ രായനോ ആര്? വാസുണ്ണൻ. ഓ ഗോഡ്, ഇപ്പൊ എന്ത് പറയാനാ? അതെന്തോടോ വാസുണ്ണൻ? ഓ ഗോഡ്, ഇങ്ങനെ പറഞ്ഞു.
പക്ഷെ ജോക്കി ആ പിള്ളേരെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ സൈമന്റെ അടുത്ത് സാരി എടുത്ത് വരാൻ പറ, സുമതിയമായിട്ട് അങ്ങാണ്. നീ അതൊക്കെ നടക്കത്തോളം തോന്നുന്നു. അല്ല ജോക്കി, ഞാൻ ഒരു കാര്യം പറയട്ടെ, പറ. കൊച്ചിനോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നമുള്ളൂ. അതിന് എന്തോ ഒരു കൂട്ടില്ലാത്ത തന്നെയാണെന്ന് തോന്നുന്നു. ആരുമില്ല, അനാഥയല്ലേ. എനിക്കൊന്നും പറ്റത്തില്ല. അവളെവിടെ പോയി? ആടാ കൊച്ചു പുസ്തകം ഭിത്തി നോക്കി സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ നിന്നമാര് പോയോ? കാത്തി, ഇവിടെ കൊറേ ആൾക്കാർ ലൈൻ നിക്കുവായിരുന്നേ. കാത്തി, ഓടിപ്പോയി. വാസുവണ്ണൻ, ഓ ഗോഡ് എന്ന് പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞില്ല. അത് ഹലോ അത് പറ. അറിയോ വിശക്കുന്നെങ്കിൽ വല്ല എടുത്ത് മിഴുകു കുഞ്ചായി പറയുന്നിട്ട്. ഞാൻ പെടുങ്ങാ ഞാൻ കുടിക്കുകയും ചെയ്യണേ. അതല്ല, അതിന്റെ ബാക്കി പറഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? വാസേണ്ടനെ ഒരു ദിവസം എനിക്ക് കാണാൻ ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇന്നുവരെ സിറ്റി വന്നിട്ട്. ബിക്കോസ് പുള്ളിക്കാരൻ നമ്മുടെ ഒരു പുള്ളിക്കാരൻ കാരണം അപ്പൊ പുള്ളിക്കാരൻ കാരണം എന്തോ പേ പിടിച്ചോ? കാണാൻ ആഗ്രഹം പറഞ്ഞപ്പോ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു. എന്ത് കാണിച്ചു? അതിങ്ങനെ ജോക്കി അണ്ണനും മറ്റേ ആ പുള്ളിക്കാരും കൂടെ ഒരുമിച്ചല്ല. ഓ, വാസുവിനെ കാണിച്ചു. പിന്നെ ഏതാ അണ്ണനുള്ള? പിന്നെ അടുത്ത ചോദ്യം, അമ്പത്തൂർ സിംഗത്തിനെ അറിയോ? അറിയാം, എന്റെ അച്ഛനാന്ന് പറഞ്ഞ് കൊറേ നാൾ നടന്നു. ഇപ്പൊ അച്ഛനല്ല. ഇപ്പം അവന് കാമുകനാവണമെന്നൊന്നും ഇല്ലടോ. ഒരു പെണ്ണിന്റെ അച്ഛനായാലും മതി, അവൻ അത് സുഖമാ. മനസ്സിലായല്ലേ? എല്ലാരും പാവങ്ങളാ. ഞാൻ വേറെ രണ്ടു മൂന്ന് പേര് ചോദിക്കാം, നിനക്ക് അറിയാവോന്ന് പറയണേ. ഈ വൈറ്റിട്ട് വരയ്ക്കുന്ന ആരെ? ബാലനെ അറിയോ? ബാലന്റെ പേരും പറഞ്ഞ ആരോ എന്റെ അടുത്ത് വന്നല്ലോ. ആരോ, ഒരു മിനിറ്റ്. ഇറ്റാച്ചി അല്ലല്ല ഷാലു വന്നിട്ട് പറഞ്ഞു ബാലൻ എന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഷാലു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ഇവിടെ ഈ സിറ്റിയില്. പെങ്കൊച്ചാണോ? അവൻ കൊറേ ദിവസം അല്ലല്ല ചെക്കൻ കൊറേ ദിവസമായിട്ട് പുറകെ നടക്കുന്നുണ്ട് ബാലുവിനെ. എനിക്കും വരുന്നില്ല. ഞാൻ ഓർത്ത് എന്റെ മാത്രം കുഴപ്പമായിരിക്കും. സ്പെഷ്യൽ അഭ്യർത്ഥന വന്നിട്ടുണ്ട്. ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ അറിയോ? ചന്ദ്രന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞായിരുന്നു. ചന്ദ്രനെ പറ്റി ഒന്ന് പറയോ? ഞാൻ കേട്ടില്ല. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ, നല്ല സ്വഭാവം. ഞാനൊരു കാര്യം പറയട്ടെ, ചന്ദ്രൻ കല്യാണം കഴിഞ്ഞിട്ട് ചന്ദ്രനൊരു കൊച്ചുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചന്ദ്രന്റെ ഭാര്യ ഇപ്പോഴും അതാ പറയുന്നത്, ഫ്രണ്ടിന്റെ ഓരോ വിശേഷങ്ങൾ അറിയിക്കുമല്ലേ. ഫ്രണ്ടിന്റെ ഭാര്യ പച്ചമകത്തിന് വേണ്ടി ഭാര്യനൊക്കെ ഭയങ്കര ജീവ. ഭാര്യയെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു. ഭാര്യനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അലീനാന്ന് തോന്നുന്നു പറഞ്ഞു. അലീനയാണ്, പേരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറയുവാണെങ്കിൽ ഒരു മിനിറ്റ് കുറച്ച് ഒരു മിനിറ്റ് സമയം തന്നെ. ഇതെന്താ അനിയന്മാരൊന്നും വിശ്വാസമില്ല? അതുകൊണ്ടല്ല നമ്മളിങ്ങനെ LX2 എന്ന് പറയുന്ന ആരെങ്കിലും മെസ്ബോയ് അതിനെ ഞാൻ കണ്ടിട്ടില്ല. അതിനെ കണ്ടിട്ടില്ല, കാണുന്നു. സാവേജ് സ്നൈപ്പ് ഇല്ല, കാണാൻ വഴിയില്ല. സ്നൈപ്പ് ഒരു പാട്ട് പാടുന്നത് അറിയാം. സ്നൈപ്പർ പാട്ട് പാടുന്ന അറിയാന്ന്. എന്തോ കേട്ടോ? അല്ലടാ, അത് ഞാൻ എന്തെങ്കിലും ഒരു തമാശ ഇട്ടെടുത്തിട്ടേലടാ. അവനെ കത്തിയെടുത്ത് പോയി ഓളല്ലേ. ഇനി എന്താ അറിയണ്ടേ? അറിയാനൊന്നുമില്ല. ഇതിപ്പോ ഒരു പൂ ചോദിച്ചു, പൂച്ചെണ്ട് കിട്ടിയ പോലെ ആയി. ഇനി ആൾക്കാരുണ്ടല്ലോ, ഒരു ബോബ് സ്റ്റാർ. സ്വന്തം അനിയൻ ജോക്കിയുടെ സ്വന്തം അനിയൻ. 11 എനിക്ക് വട്ടെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു നമ്പർ ഒക്കെ മേടിച്ചിട്ട് ഷോക്ക് കൊടുക്കണോ, ഹോസ്പിറ്റലിൽ പോകണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം. അവൻ 8 നമ്പർ ബെഡിലാണ്, ഞാൻ 7 നമ്പർ ബെഡിലാണ്. അല്ല, അവൻ 8 നമ്പർ ബെഡിലാണെന്നാണ് അവൻ പറഞ്ഞത്. അവന് പോകുമ്പോ എന്നെയും കൂടി വിളിക്കാം. ക്രഷ് ഉണ്ടോ? ഞാൻ സിഗ്മ ഗലാ. ഈ കാര്യം അങ്ങനെ ക്രഷ് എടുക്കാൻ പറ്റിയ ആരെയും കിട്ടിയിട്ടില്ല. അന്നോടെ നിന്നിട്ട് ഉരിയുവാണ്. ചൂട് ചോപ്പർ കൊണ്ടുവന്നടാ. കൊല്ലാൻ
എന്തുവാടോ ചോദിക്കണ്ടേ? ഇവിടെ ഒരു ചോദ്യം എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണ്. എന്തുവാ ചോദിക്കണ്ടേ? ചന്ദ്രനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു സംശയമില്ല, എനിക്ക് എന്റെ ബോയ്ഫ്രണ്ട് കതി ഹലോ. ഇവരൊക്കെ എന്താ ഇങ്ങനെ നിക്കുന്നത്? സംശയരോഗ പോലെ. അല്ല ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് 10 കസേര എടുത്തോണ്ടോ ഇരിക്കുക ഇവിടെ. ഇതെന്താ ആരിപ്പ അങ്ങനെ പറഞ്ഞ 10 കസേര എടുത്തോണ്ട്? 10 ഓരിൽ നമ്മള് 10 കൂടുതൽ ആൾക്കാരുണ്ട്. കുട്ടി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വേറൊരു ചോദ്യം അത് ജോക്കി പറഞ്ഞിട്ട് പറയാം. ജോണി വണ്ടി ഉണ്ടോ വേറെ? നമുക്ക് വേറെ വണ്ടിയുണ്ട്, 2 വണ്ടിയുണ്ട്. ഒന്നതുണ്ട്, ടെർമിനസ് ഉണ്ട്,